സംസ്ഥാന ബി.ജെ.പിയിൽ ധൂർത്തെന്ന പരാതി. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചെലവ് 2.25 കോടിയായി. കെ സുരേന്ദ്രൻ്റെ കാലത്ത് 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെയായിരുന്നു ചെലവ് ഉയർന്നിരുന്നത്. ദേശീയ നേതൃത്വത്തോട് സംസ്ഥാന ട്രഷററും മറ്റ് ഭാരവാഹികളുമാണ് പരാതി അറിയിച്ചത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി സാരംഗ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സാരംഗ്, ഈ ധനികനായ ചാനൽ മുതലാളിയെപ്പോലെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പരാതിപ്പെട്ടതും പറഞ്ഞതും വിമർശിച്ചതുമൊക്കെ ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. അത് തെളിയിക്കുന്നതാണ് ഈ ചെലവും ധൂർത്തും, അല്ലേ? തീർച്ചയായും അജിംഷാദ്, ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെതിരെ വലിയ ആരോപണമാണ് ഉയർന്നു വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായതു മുതൽ ഈ സമയം വരെ വലിയ ധൂർത്താണ് ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് എന്നാണ് ഉയർന്നു വരുന്ന ആരോപണം. അതായത് അധ്യക്ഷൻ സ്ഥാനമായതിനു ശേഷം ഏതാണ്ട് 2.25 കോടിയാണ് ഒരു മാസത്തെ, അതായത് പ്രതിമാസത്തെ ഈ പാർട്ടി ഫണ്ട് ചെലവാകുന്നത്. അത് വലിയ ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ സെക്രട്ടറിയും അതുപോലെ തന്നെ ട്രഷററും മറ്റ് ഭാരവാഹികളും പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തോടാണ് ഈ ഭാരവാഹികൾ ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചിട്ടുള്ളത്. അതായത് കെ സുരേന്ദ്രൻ്റെ കാലത്ത് 35 ലക്ഷമായിരുന്നു പാർട്ടിയുടെ പ്രതിമാസ ചെലവ്. ആ പൈസയിൽ നിന്ന്, അതായത് 35 ലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് 2.25 കോടി രൂപയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന കാലം വരെ പാർട്ടി ഫണ്ടിൽ, അതായത് പാർട്ടി ബാങ്ക് അക്കൗണ്ടിൽ ഏതാണ്ട് 35 കോടി രൂപയുണ്ടായിരുന്നു. ഈ 35 കോടി രൂപയിൽ നിന്നാണ് പ്രതിമാസം നിലവിൽ 2.25 കോടി വെച്ച് ചിലവാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ പാർട്ടി ഫണ്ട് ബാങ്ക് അക്കൗണ്ട് പൂർണ്ണമായിട്ടും കാലിയാകുമെന്നും 6 മാസം കൊണ്ട് തന്നെ ജീവനക്കാർക്ക് യാതൊരു തരത്തിലും ശമ്പളം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാർട്ടി മാറിപ്പോകുമെന്നാണ് പറയുന്നത്. മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള വി മുരളീധരനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനുമൊക്കെ ഈ ജില്ലയിൽ, അതായത് തലസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ അവരവരുടെ വീടുകളിലാണ് താമസിച്ചിരുന്നതെങ്കിൽ പുതിയ അധ്യക്ഷന് 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രമേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയ അധ്യക്ഷന് ഇത്തരത്തിൽ ഉയർന്ന നിലവാരമുള്ള ഹോട്ടലുകളും ഭക്ഷണവും മാത്രമേ പറ്റുള്ളൂ. അതിനുവേണ്ടി തന്നെ വലിയ ലക്ഷങ്ങളാണ് ചെലവാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ PR വർക്കുകൾക്കും അതുപോലെ തന്നെ പ്രൊമോഷൻ വർക്കുകൾക്കും ലക്ഷങ്ങൾ ചെലവാക്കുന്നു എന്നുള്ളതാണ്. 50,000 30,000 ഒക്കെ ആയിരുന്നു. സാരംഗ്, ഈ സുരേന്ദ്രൻ്റെ കാലത്ത് തന്നെ ഏതാണ്ട് 35-40 ലക്ഷം തന്നെ അധികമാണ്. കാരണം മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ചെന്ന പരാതി അന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ 40 ലക്ഷവും വിട്ട് 2.25 കോടിയിലേക്ക് പോകുന്നു. ഇവരുടെ ഓഫീസ് സെക്രട്ടറികളായ തൊഴിലാളികൾക്ക്, അല്ല ഓഫീസ് തൊഴിലാളികൾക്കൊന്നും പോലും ശമ്പളം പോലും കൊടുക്കാനില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം പരാതിപ്പെടുന്നത്, അല്ലേ? അങ്ങനെ കൂടിയുണ്ട്. തീർച്ചയായും അത് ഒരു 6 മാസം കൂടിയും ഏതെങ്കിലും തരത്തിലും ഈ ഫണ്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോകാം എന്നല്ലാതെ ആ 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബി.ജെ.പി മാറുമെന്നാണ് നിലവിൽ ഈ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ എത്തിയിട്ടുള്ള പരാതി. അതുപോലെ തന്നെ ഈ പ്രമോഷൻ്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ലക്ഷങ്ങൾ ചിലവാക്കുന്നത്. അതായത് കെ സുരേന്ദ്രനൊക്കെ അധ്യക്ഷനായിരുന്ന കാലത്ത് 20,000 30,000 ശമ്പളം നൽകിക്കൊണ്ടാണ് പ്രമോഷന് വേണ്ടിയിട്ട് മാധ്യമങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരെയും കണ്ടെത്തിയിരുന്നത്. അത്തരം ജീവനക്കാരെയും മാധ്യമങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു എന്നാൽ ഇത്തരത്തിൽ ഈ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ മുടക്കിക്കൊണ്ടാണ് പ്രൊമോഷന് വേണ്ടി പുതിയ ജീവനക്കാരെ നിയോഗിച്ചിട്ടുള്ളത്. അത് തന്നെ ഒരു വലിയ ഭീമമായ തുകയാണ്. അത് തന്നെ നിലവിൽ പാർട്ടിക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തിനായാലും വലിയ അതൃപ്തി ഉയരുന്നുണ്ട്. ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ഇത് സംബന്ധിച്ച് വലിയ അതൃപ്തി ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ സുരേന്ദ്രൻ്റെ മറ്റൊരു പ്രധാന കാര്യം, സുരേന്ദ്രൻ്റെ കാലത്ത് അതായത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ മാത്രം ഒരു മാസത്തെ ചെലവ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ 30 ലക്ഷമായിരുന്നു. അതായത് ഓഫീസിൻ്റെ മാത്രം, പാർട്ടിയുടെ ഒഴിച്ചു നിർത്തി ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ചെലവുകൾ സുരേന്ദ്രൻ്റെ കാലത്ത് 30 ലക്ഷമായിരുന്നു. എന്നാൽ ഇന്ന് ഇത് എത്രയാ, 30 ലക്ഷം, 1.25 ലക്ഷമായിരുന്നു. ഇപ്പോഴത് 30 ലക്ഷത്തിലധികം ഒരു മാസത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ചെലവുകൾ ഒരു മാസം എന്ന് പറയുന്നത് 30 ലക്ഷത്തിലധികം കടന്നു എന്നുള്ള ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രധാനമായും ഈ സംസ്ഥാന അധ്യക്ഷൻ മാറിയതിന് ശേഷം പുതിയ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ സമയം മുതലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ധൂർത്ത് നടക്കുന്നത്. ഈ 35 കോടി കെ സുരേന്ദ്രൻ പദവി ഒഴിയുന്ന സമയത്ത് 35 കോടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് അത് ഏറെ കാലിയായ ഒരു സാഹചര്യത്തിലാണ്. 6 മാസം കൂടി കഴിഞ്ഞാൽ പാർട്ടി ഫണ്ട് പൂർണ്ണമായിട്ടും തീരും. അതുപോലെ തന്നെ ജീവനക്കാരുൾപ്പെടെ വലിയ ശമ്പള പ്രതിസന്ധിയിലേക്കും മറ്റ് പ്രതിസന്ധിയിലേക്കും കടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും
എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെതിരെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പാർട്ടിക്കകത്ത് നിന്ന് പോലും ഇത്തരത്തിലൊരു കമ്പനി മുതലാളിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ അതൃപ്തിയുണ്ട്. മുതിർന്ന നേതാക്കൾക്കിടയിൽ പോലും വലിയ അതൃപ്തിയാണ് ഉണ്ടായിരുന്നത്. ചാനൽ മുതലാളിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് തെളിയിക്കുന്നു. അത് പരാതി വരുന്നു. 2.25 കോടിയാണ്. വലിയ ധൂർത്താണ് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം പാർട്ടിക്ക് BJPക്ക് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് പരാതികളായി അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ദേശീയ നേതൃത്വത്തിലേക്ക് പോകുന്നത്. ഇതിൻ്റെ വിവരങ്ങളാണ് സാരംഗ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.